നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് നമുക്ക് ഒരു ടേബിളിലെ റെക്കോർഡ് എങ്ങനെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാമെന്നാണ്. സോ ഉദാഹരണമായി നമുക്ക് ആദ്യത്തെ സ്റ്റുഡൻ്റ് ഐ ഡി S1-ൽ നമുക്കറിയാം അഖിൽ ഏജ് 20 പ്ലേസ് ട്രിവാൻഡ്രം. സോ നമുക്കിനി ട്രിവാൻഡ്രം എന്ന് പറയുന്ന പ്ലേസ് നമുക്ക് കണ്ണൂർ എന്നാക്കി മാറ്റണമെന്ന് നോക്കുക. സോ നമുക്കതെങ്ങനെ അപ്ഡേറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അപ്ഡേറ്റ്, നമ്മളതിന് ശേഷം ടേബിൾ നെയിം കൊടുക്കുക. നമ്മുടെ ടേബിൾ നെയിം എന്തായിരുന്നു? സ്റ്റുഡൻറ്റ്. ഓക്കെ. സോ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് സെറ്റ് എന്ന് പറയുന്ന കീവേഡ്. സെറ്റ് നമ്മൾ എന്താണ് ചേഞ്ച് ചെയ്യുന്നത്? പ്ലേസ് ഈക്വൽ ടു. സോ നമ്മൾ ഏതാണ് ഇനി കൊടുക്കേണ്ട വാല്യൂ. സോ നമ്മളത് കണ്ണൂർ. ഇനി ആരുടേതാണോ ചേഞ്ച് ചെയ്യേണ്ടത്? സോ നമുക്കറിയാം അഖിൽ എന്ന് പറയുന്ന ആളുടേതാണ് ചേഞ്ച് ചെയ്യേണ്ടത്. സോ നമുക്കിവിടെ ഒരു ക്ലോസ് കൊടുക്കാം. വെയർ അഖിലിൻ്റെ സ്റ്റുഡൻ്റ് ഐ ഡി എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ് ഐ ഡി ഈക്വൽ ടു S1. സോ S1 എന്ന് പറയുന്ന ഐ ഡിയിലുള്ള ആളുടെ പ്ലേസ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകുന്നു. പ്ലേസ് എന്ന് പറയുന്നത് ഈ ഫീൽഡ് നെയിമാണ്. കണ്ണൂരിലോട്ട് ചേഞ്ച് ചെയ്യാൻ പോകുന്നു. സോറി, ഒരു 6 കൂടി പോയി, കണ്ണൂർ. ശേഷം നമ്മളിത് എക്സിക്യൂട്ട് ചെയ്യുന്നു. നമ്മുടെ കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇനി നമ്മൾ നമ്മുടെ ടേബിൾ നമുക്ക് സെലക്ട് ചെയ്യാം. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ്. നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം നമ്മുടെ അഖിൽ, അദ്ദേഹത്തിൻ്റെ പ്ലേസ് ഇപ്പോൾ കണ്ണൂറായി മാറി. സോ ഇത്തരത്തിൽ നമുക്കൊരു റെക്കോർഡ് നമുക്ക് ഈ രീതിയിൽ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ ചെയ്യേണ്ടത് അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക. അടുത്ത് നമുക്ക് സന്തോഷ് എന്ന ആളുടെ ഏജ് ചേഞ്ച് ചെയ്യാം. സോ നമുക്കൊന്നും കൂടി നോക്കാം. സോ നമ്മൾ ചെയ്യേണ്ടത് അപ്ഡേറ്റ് ടേബിൾ നെയിം സ്റ്റുഡൻറ്റ്. ഓക്കെ, നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട വാല്യൂ എന്ന് പറയുന്നത് സെറ്റ് ഏജ് ഈക്വൽ ടു, ഇപ്പോൾ 28 ആണുള്ളത്, നമ്മളത് 25 ആക്കുന്നു. 25. അതിനുശേഷം ഏത് ആളുടേതാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത്? സോ വെയർ എന്ന് പറയുന്ന ക്ലോസ് നമ്മൾ കൊടുക്കുന്നു. വെയർ നമുക്ക് ഇനി സ്റ്റുഡൻറ്റ് നെയിമും കൊടുക്കാം. നമുക്ക് സ്റ്റുഡൻ്റ് ഐ ഡി കൊടുക്കാം. സ്റ്റുഡൻറ്റ് വെയർ സ്റ്റുഡൻറ്റ് ഐ ഡി ഈക്വൽ ടു സ്റ്റുഡൻ്റ് ഐ ഡി, സന്തോഷിൻ്റെ സ്റ്റുഡൻ്റ് ഐ ഡി എന്ന് പറയുന്നത് S10 ആയിരുന്നു. സോ നമ്മളിവിടെ S10 എന്ന് കൊടുക്കുന്നു. ഓക്കെ, S10 എന്ന് കൊടുത്ത് നമ്മൾ സെമിക്കോളൻ കൊടുക്കുന്നു. ഞാൻ ഇത്രയും ഭാഗം സെലക്ട് ചെയ്യുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇനി നമുക്ക് ഈ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യാം. എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സന്തോഷിൻ്റെ ഇപ്പോഴത്തെ ഏജ് എന്ന് പറയുന്നത് 25 ആയി മാറി. ഇത്തരത്തിൽ നമുക്ക് ഒരു ടേബിളിലുള്ള റെക്കോർഡ് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും.